ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. കോട്ടയം പാലാ നഗരസഭയിൽ സ്വതന്ത്രനായി ജയിച്ച ബിനു പുളിക്കക്കണ്ടവുമായി കൂടിക്കാഴ്ച നടത്തി LDF നേതാക്കൾ. മന്ത്രി VN വാസവനും CPIM ജില്ലാ സെക്രട്ടറിയും നേരിട്ടെത്തിയാണ് കണ്ടത്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ ആവശ്യങ്ങൾ LDF അംഗീകരിച്ചതായാണ് വിവരം. എന്നാൽ മുന്നണി പ്രവേശനത്തിൽ ബിനു പുളിക്കക്കണ്ടം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, കഴിഞ്ഞ ദിവസം ബിനു പുളിക്കക്കണ്ടവും കുടുംബവും വിജയിച്ച 3 വാർഡുകളിലെ ജനങ്ങളുടെ അഭിപ്രായം തേടിയപ്പോൾ അതിൽ UDF-നൊപ്പം പോകുക എന്നതായിരുന്നു, ആ അഭിപ്രായമായിരുന്നു കൂടുതലായി ഉയർന്നു വന്നത്. ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ ബിനുവിനെ അനുനയിപ്പിച്ച് തിരികെ കൂടെ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഒരുപക്ഷെ LDF-ലേക്ക് ബിനു പുളിക്കക്കണ്ടം അടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ അടുക്കുന്നു. വീണ്ടും പാലായിൽ LDF അധികാരത്തിൽ വരുന്നു എന്ന സൂചനകൾ തന്നെയാണ് എന്തായാലും നൽകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജനസഭയിൽ ഈ പരസ്യമായി പ്രതികരിച്ചവരാണ് ഇത്തരത്തിൽ UDF-നൊപ്പം നിൽക്കണമെന്നൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഈ പേപ്പറിൽ എഴുതി തന്ന ആളുകളിൽ കൂടുതലും പറഞ്ഞിരുന്ന അഭിപ്രായം എന്ന് പറയുന്നത് യുക്തിപരമായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഏത് മുന്നണിക്കൊപ്പം നിൽക്കും, ചതിക്കാത്തത് ആരുണ്ട് എന്ന് നോക്കിയ ശേഷം തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ UDF നേതാക്കളുമായും ഇത്തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച പൂർണ്ണമായും വിജയകരമായി എന്ന് പറയാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി മന്ത്രി VN വാസവൻ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ എത്തി ഇവരെ നേരിട്ട് കണ്ട കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിലെന്തായാലും ഇപ്പോൾ LDF അവരുടെ ഈ ബിനു പുളിക്കണ്ടം മുന്നോട്ട് വെച്ചിരുന്ന മകൾക്കുള്ള 2 വർഷ ചെയർപേഴ്സൺ സ്ഥാനം, ബിനു പുളിക്കണ്ടത്തിനോ സഹോദരനോ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം, ഈ ആവശ്യങ്ങൾ LDF അംഗീകരിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജോസ് കെ മാണിയുടെ അഭിപ്രായം, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് ജില്ലാ നേതാക്കൾ, LDF ജില്ലാ നേതാക്കൾ ഇത്തരത്തിൽ ഈ ബിനു പുളിക്കണ്ടത്തെ കാണാൻ വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക്, അത് 26-ാം തീയതിയാണ് നമുക്കറിയാം ഇത്തരത്തിൽ ആര് ചെയർപേഴ്സൺ ആവും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം വരിക. അപ്പോൾ അതിനു മുമ്പ് ഇന്നോ നാളെയോ ഒക്കെ ആയി തന്നെ ഇതിലൊരു കൃത്യമായൊരു വ്യക്തത ഈ വിഷയത്തിൽ എന്തായാലും വരും. ഒരുപക്ഷെ വീണ്ടും LDF പാലായിൽ അധികാരത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനകൾ ഇവിടെ നൽകുന്നു പറയേണ്ടി വരും. കാരണം മന്ത്രി VN വാസവൻ പാലാ നഗരസഭയുടെ ഭരണം LDF-ൽ തുടരുക എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ടതാണ് പാലാ സീറ്റ്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലല്ലേ നിലവിൽ ഇപ്പോൾ LDF പാലായിൽ നിൽക്കുന്നത്? സുജി, അതായത് ഈ വിട്ടുവീഴ്ചകൾക്കൊക്കെ LDF നേരത്തെ തന്നെ, അതായത് ഇവരുടെ അഭിപ്രായം തേടിയിരുന്നു, വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറെടുന്ന കാര്യം അറിയിച്ചിരുന്നു. അത്ര വലിയ കടുത്ത, അല്ലെങ്കിൽ ഈ 5 വർഷം പൂർണ്ണമായും ചെയർപേഴ്സൺ സ്ഥാനം വേണമെന്നുള്ള കടുത്ത ഒരു ആവശ്യങ്ങളുമായി ബിനു പുളിക്കണ്ടം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇരു മുന്നണികളും ചർച്ച നടത്തുമ്പോഴും പറഞ്ഞിരുന്നു ഈ 2 വർഷം എന്നുള്ള പറയുന്നത്, അതായത് ഒരുപക്ഷെ ഈ ഒരു സമയം ചർച്ചകളൊക്കെ നടത്തുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ 2 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അധികാരത്തിലെത്തുമ്പോൾ LDF-നായാലും UDF-നായാലും ഈ 2 വർഷക്കാലം ചെയർപേഴ്സൺ സ്ഥാനം എന്ന കാര്യം തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൽ പിന്നീട് വിലപേശേണ്ട ഒരു സാഹചര്യം വരാത്ത ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് വേണ്ട മനസ്സിലാക്കാൻ. കാരണം ഇടതുപക്ഷത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ ഈ മന്ത്രി VN വാസവൻ അടക്കമുള്ള നേതാക്കൾ ഈ ആവശ്യം അംഗീകരിക്കുക കൂടി ചെയ്യുമ്പോൾ എന്തായാലും അത്തരത്തിൽ അത് പൂർണ്ണമായും LDF-ന് അനുകൂലമായി, അല്ലെങ്കിൽ LDF-ലേക്ക് വീണ്ടും ബിനു പുളിക്കണ്ടം എത്തുന്നു. ഗോൾഡ് ഡിഗർ ആരാണെന്ന് ചോദിച്ചാൽ അത് ബിനു പുളിക്കക്കണ്ടവും കുടുംബവുമായി മാറുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് അവരെടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതറിയാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. താങ്ക് യു അഖിൽ കെ.